ഹലോ, വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം നമ്മളൊരു നോർമൽ ടൈമിലേക്കാണ് എണീച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 5:50 ആ ഒരു ടൈമിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ എണീച്ചിട്ടുള്ളത്. എണീച്ച് നമ്മുടെ ബ്രഷ് ചെയ്യലും പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴേ നമ്മൾ ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ തന്നെ ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അത്യാവശ്യം നേരത്തെ തന്നെ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു പരിപാടിക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് രാവിലെ തന്നെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാലാണ് നമുക്ക് അത്യാവശ്യം നല്ല കൂളായിട്ട് ആ ഒരു പരിപാടിക്ക് പോയിട്ട് വരുമ്പോഴും അത്യാവശ്യം കുറച്ച് സമയം പിന്നെ റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അതിന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയാണെങ്കിൽ ആ പരിപാടിക്ക് രാവിലെ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്നും നമ്മൾ ഇടുന്ന പോലെ തന്നെ ഈ ഒരു അലോവേറയുടെ ജെല്ലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടൈം ഏകദേശം ഒരു 6:05 ആ ഒരു ടൈമൊക്കെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇന്നത്തെ ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലേന്ന് കേട്ട കുറച്ച് ക്ലാസ്സും കൂടെ ബാക്കി കേൾക്കാനുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് കേട്ട് തീർക്കാമെന്നുള്ളത്. എന്നാൽ പിന്നെ നമുക്ക് പരിപാടിക്ക് പോയി കഴിഞ്ഞാലും അവിടെ നമുക്ക് കുറച്ച് കസിൻസിൻ്റെ കൂടെയൊക്കെ കുറച്ച് സമയമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകേണ്ടി വരും. ക്ലാസ്സൊക്കെ കേൾക്കാനുണ്ടല്ലോ, കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടിയൊക്കെ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം. ഈ പെൻഡിങ് വരുന്ന വഴി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീച്ചാൽ ഞാൻ വിചാരിക്കും എത്രങ്ങാനും ടൈം നമ്മുടെ മുന്നിലുണ്ട്, അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ രാവിലെ എൻ്റെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഞാനങ്ങനെ നടക്കും കേട്ടോ. അങ്ങനെ ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് സമയം ചോറൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം ഞാൻ ഫോണൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. പിന്നെ വൈകുന്നേരമായിരിക്കും നമ്മുടെ ക്ലാസ്സിലേക്കുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ രാത്രി എങ്ങനെ അത് കേട്ടിട്ട് തീരുമോ? ഇല്ല, പെട്ടെന്ന് തന്നെ ഉറക്കം വരും. നമ്മൾ ഈ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ ആ ഒരു ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ് കേൾക്കലൊക്കെ അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അനിയന് കടയിൽ പോയിട്ട് ന്യൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഉമ്മ ഇന്ന് ചായ ഉണ്ടാക്കാണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഈ ഒരു ന്യൂഡിൽസും ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വന്നിട്ട് ബാക്കി കുറച്ചും കൂടെ കേൾക്കാനുള്ളതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ നമുക്കും കിട്ടിയിട്ടുണ്ട് ന്യൂഡിൽസ്. അങ്ങനെ ഞാൻ ന്യൂഡിൽസൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഏകദേശം ആ ഒരു ടൈമൊക്കെ ആവുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ദിവസം പിന്നെ നമുക്ക് പരിപാടിക്ക് പോകലൊക്കെ ആയതുകൊണ്ട് ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഡേ ആ ഒരു ടൈം മുതൽ ഷൂട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എന്നാലും അടുത്ത ദിവസം പിന്നെ നമ്മൾ ആ ഒരു ടൈം മുതൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എന്നാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് ആർട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഗ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു ടേബിൾ പോലുള്ള ഒരു സംഭവമായിട്ട് നിങ്ങളിപ്പോൾ ആദ്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ ആകെ അവിടെ അങ്ങോട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ആകെ അങ്ങോട്ട് വൃത്തിക്കേടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലയെന്നുണ്ടെങ്കിൽ ചീത്ത നമുക്കിത് വണ്ടി വിളിച്ച് വരാനുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അതൊക്കെ വന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ചീത്ത ഇങ്ങനെ വരും, എന്താണ് അതവിടെ വലിച്ചിട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ പെട്ടെന്ന് തന്നെ ഷട്ടപട ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ദിവസം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെയൊക്കെ കുറേ സമയം ലേറ്റായിട്ടാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എണീച്ച് മൊത്തത്തിൽ എനിക്കൊരു മൂഡില്ലാത്ത സമയം ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റിംഗ് മുതൽ എൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 12:30 ആ ഒരു സമയമൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് പ്രധാനമായിട്ടുണ്ടാകുന്ന ക്ലീനിങ് പരിപാടി എന്ന് പറയുന്നത് അടിച്ചുവാരുക, തുടക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മളിത് അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചുവാരിയത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് തുടക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉച്ചയ്ക്ക് ഇരുന്നിട്ട് നമ്മുടെ ക്ലാസ്സൊക്കെ കാണാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ നമ്മൾ ഈ ഒരു കുളി, ചോറ് നിന്ന പരിപാടിയും അങ്ങനെയുള്ള എല്ലാ ബാക്കി നമ്മുടെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ കുളി കഴിഞ്ഞ് വന്നിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് സമയം റെസ്റ്റ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ കുറച്ച് സമയം ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏകദേശം ഒരു എസർ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ബോധം വരുന്നത് ഇന്ന് ക്ലാസ് ഒന്നും കേട്ടിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് അത്യാവശ്യം ഒരു ടു ഡു ലിസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ബാക്കി എല്ലാ സംഭവങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പോയിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു പൂച്ചനെ വെറുതെ ഇരുന്ന് വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ക്ലാസ് വയ്ക്കുന്ന പരിപാടികളിലൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സമയം ഇരുന്നിട്ട് കെമിസ്ട്രി ക്ലാസ് കേൾക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞു. അപ്പോൾ അത് ടിക്ക് ഇട്ടു കേട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പ്രെയറിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വന്നിട്ട് മാത്സ് ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ മാത്സ് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ അടുത്ത് നോട്ട്ബുക്കൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാനൊരു പേപ്പറിൽ അത് ഓൾറെഡി എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ അത് ഈ ഒരു നോട്ട്ബുക്ക് വാങ്ങിയപ്പോൾ അതിലേക്ക് മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ലാസ് കേൾക്കുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു രാത്രിയാവുന്ന സമയത്താണ് എനിക്ക് ബോധം വന്നത് ഇന്ന് നമ്മുടെ ക്ലാസിക്കലും പരിപാടികളൊന്നും നടന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്നാലും പിന്നെ രാത്രി തന്നെ മൊത്തത്തിൽ ഇരുന്നിട്ട് ആ ഒരു ക്ലാസ്സൊക്കെ കേൾക്കലും അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് പ്രൊഡക്റ്റീവായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, കുറച്ച് ദിവസമായിട്ട് എനിക്ക് രാത്രിയാണ് എല്ലാത്തിനും ബോധം വരുന്നത്. അപ്പോൾ എന്തായാലും മാറ്റിയെടുക്കണം. കാരണം സ്കൂളൊക്കെ തുറക്കാനായില്ലേ, ഏകദേശം ഇനിയിപ്പോൾ ഒരു 20 ദിവസമല്ലേ നമുക്ക് തുറക്കാനുള്ളൂ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബൈ.